ഗാനശുശ്രൂഷകളിലൂടെയും വചന ശുശ്രൂഷകളിലൂടെയും അനേകായിരങ്ങൾക്ക് ദൈവകൃപ നേടിക്കൊടുത്ത അനുഗ്രഹീത ഗായകൻ ബ്രദർ ആന്റണി ജോർജ് ഫെർണാണ്ടസ് വിടവാങ്ങി. കോവിഡ് ബാധയെ തുടർന്ന് ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ ഇന്ന് പുലർച്ചെയാണ് നിത്യസമ്മാനത്തിനായി അദ്ദേഹം വിളിക്കപ്പെട്ടത്. ലോകത്തിലെ പ്രമുഖ ധ്യാന കേന്ദ്രങ്ങളിൽ ഒന്നായ ചാലക്കുടി ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന്റെ പ്രാരംഭകാലം മുതൽ ഗാന ശുശ്രൂഷകളിലൂടെ യേശുവിനെ ആരാധിച്ചും മഹത്തരമായ സ്തുതിഗീതികൾ ആലപിച്ചും വിശ്വാസികളുടെ മനസ്സുകളിൽ ഇടം പിടിച്ച അനുഗ്രഹീത ഗായകനായിരുന്നു ബ്രദർ ആന്റണി ജോർജ് ഫെർണാണ്ടസ്. വേറിട്ട ആലാപന ശൈലിയിലൂടെ അനേകായിരങ്ങളെയാണ് അദ്ദേഹം യേശുക്രിസ്തുവിലേക്ക് അടുപ്പിച്ചത്. എണ്ണിയാലൊടുങ്ങാത്ത വേദികളിൽ ബ്രദർ ആന്റണി ജോർജ് ഫെർണാണ്ടസിന്റെ സ്വരമാധുര്യം ദൈവചൈതന്യത്താൽ പ്രകാശിച്ചു. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. നിരാലംബരും അശരണരുമായവർക്കും ദൈവകരുണയുടെ വാതിൽ തുറക്കുന്നതിന് ബ്രദർ ആന്റണി ജോർജ് ഫെർണാണ്ടസ് സുപ്രധാന പങ്ക് വഹിച്ചു പോന്നതിനാൽ കർത്താവ് അഭിഷേകം ചെയ്ത ദേവദാസൻ എന്ന വിശേഷണത്തിനും അദ്ദേഹം അർഹനായിത്തീർന്നു. അമ്മേ അമ്മേ തായി, രക്തക്കോട്ട തിരുരക്തക്കോട്ട, കർത്താവെ നിൻ ആത്മാവാൽ തുടങ്ങി നിരവധി ശ്രദ്ധേയമായ ഗാനങ്ങളാണ് ബ്രദർ ആന്റണി ജോർജ് ഫെർണാണ്ടസിന്റെ പേരിൽ എഴുതി ചേർക്കപ്പെട്ടത്. ഡിവൈൻ ധ്യാനകേന്ദ്രത്തിന്റെ സ്ഥാപകരായ ഫാദർ മാത്യു നാക്കിൻപറമ്പിൽ, ഫാദർ ജോർജ് പനക്കൽ എന്നിവർക്കൊപ്പം ബ്രദർ ആന്റണി ജോർജ് ഫെർണാണ്ടസ് വിസ്മരിക്കാനാവാത്ത നിരവധി ഗാന ശുശ്രൂഷകൾക്കാണ് നേതൃത്വമേകിയത്. മഹാമാരി കാലത്തുപോലും തന്റെ ആരോഗ്യം വകവയ്ക്കാതെ ദൈവരാജ്യ ഉയർച്ചയ്ക്കായി ജീവിതം നീക്കിവെച്ച ബ്രദർ ആന്റണി ജോർജ് ഫെർണാണ്ടസ് ഡിവൈൻ ധ്യാനകേന്ദ്രത്തിന്റെ ലോകമെമ്പാടുമുള്ള ശുശ്രൂഷകളിൽ സജീവ സാന്നിധ്യമായിരുന്നു. ഒപ്പം തന്നെ ടെലിവിഷൻ ശുശ്രൂഷകളിലൂടെയും ആന്റണി ജോർജ് ഫെർണാണ്ടസ് തന്റെ ശുശ്രൂഷ തുടർന്നിരുന്നു. കുടുംബസമേതം എറണാകുളത്ത് താമസമാക്കിയ ആന്റണി ജോർജ് ഫെർണാണ്ടസ് കൊല്ലം രൂപതയിലെ തങ്കശ്ശേരി ഇടവകാംഗമാണ്. കോവിഡ് ബാധയെ തുടർന്ന് ആരോഗ്യസ്ഥിതി മോശമായതോടെ ഇന്നു പുലർച്ചെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ നിന്നും എറണാകുളം റിനെ ആശുപത്രിയിലേക്കുള്ള യാത്രാമധ്യയാണ് അന്ത്യം സംഭവിച്ചത്. നാളെ ഉച്ചയ്ക്ക് 2:30 പാലാരിവട്ടത്ത് നടക്കുന്ന സംസ്കാര ചടങ്ങുകൾക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ നേതൃത്വം നൽകുമെന്ന് ഫാദർ മാത്യു തടത്തിൽ അറിയിച്ചു. നാളെ 2:30 ഭാരതമാതാ കോളേജിൻ്റെ സമീപത്തുള്ള വിജോ ഭവൻ സെമിത്തേരിയിൽ കോവിഡ് നിയന്ത്രണങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് അവിടെ ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൻ്റെ സമീപത്തുള്ള കൊരട്ടി സെൻ്റ് ആണീസ് പള്ളിയുടെ സെമിത്തേരിയിൽ അത് അടക്കം ചെയ്യുകയും അവിടെ പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനയുമുണ്ടാകും. തൃക്കാക്കര വിജോഭവൻ സെമിത്തേരിയിൽ എല്ലാ വിധത്തിലുള്ള പ്രാർത്ഥനാ ശുശ്രൂഷയിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ദഹിപ്പിക്കുക. അതിന് എറണാകുളം രൂപതയിൽ പ്രത്യേകമായിട്ടും ഇതിനു വേണ്ടി തയ്യാറായിരിക്കുന്ന വൈദികനാണ് ആ ശുശ്രൂഷ നടത്തുക. ഷിക്കന ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേരളം കണ്ട ഭക്തനായ ഏറ്റവും വലിയ ദൈവവചന സംഗീത പ്രതിഭയായിരുന്നു ബ്രദർ ആന്റണി ഫെർണാണ്ടസ് എന്ന് ഡിവൈൻ ധ്യാനകേന്ദ്രം ഡയറക്ടർ ഫാദർ അഗസ്റ്റിൻ വെല്ലൂരാൻ പറഞ്ഞു. ഗാന ശുശ്രൂഷകളിലൂടെയും വചന ശുശ്രൂഷകളിലൂടെയും അനേകായിരങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിച്ച ബ്രദർ ആന്റണി ഫെർണാണ്ടസിന്റെ ഓർമ്മകൾ ഫാദർ മാത്യു തടത്തിലും ഫാദർ പ്രിൻസ് പുത്തൻപുരയ്ക്കലും മറ്റ് സഹപ്രവർത്തകരും ഷെക്കന ന്യൂസിനോട് പങ്കുവച്ചു. 30 വർഷമായി ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ ദൈവത്തെ സ്തുതിക്കുവാൻ ആളുകളെ പ്രേരിപ്പിക്കുമായിരുന്ന വ്യക്തിയായിരുന്നു ബ്രദർ ആന്റണി ഫെർണാണ്ടസ്. ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ വരുന്നതിനു മുൻപ് അദ്ദേഹം ചെന്നൈയിൽ നിന്ന് സംഗീതത്തിൽ ഉന്നത ബിരുദം പൂർത്തിയാക്കി. തനിക്ക് ചലച്ചിത്ര രംഗത്ത് ലഭിച്ച അവസരങ്ങൾ വേണ്ടെന്ന് വെച്ചാണ് അദ്ദേഹം ഡിവൈനിലെത്തിയത്. താൻ ദൈവത്തിനു വേണ്ടി മാത്രമേ ഗാനങ്ങൾ ആലപിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പ്രതിജ്ഞ എടുത്തിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ ഗാനങ്ങളും ഗാന ശുശ്രൂഷയും എന്നും ജനഹൃദയങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുമെന്നും ഫാദർ അഗസ്റ്റിൻ വെല്ലൂരാൻ ഷെക്കേന ന്യൂസിനോട് പറഞ്ഞു. കേരളം കണ്ട ഏറ്റവും ഭക്തനായ ദൈവവചന സംഗീത പ്രതിഭയായിരുന്നു ആന്റണി ഫെർണാണ്ടസ്.
ഞാൻ ഓർക്കുകയാണ് 1990 ഡിവൈൻ ധ്യാന കേന്ദ്രം തുടങ്ങുന്ന നാളുകളിൽ അന്ന് ഓലമേഞ്ഞ മണ്ണിട്ട ഹോളുകളിലാണ് ധ്യാനങ്ങൾ നടത്തിയിരുന്നത്. ഒരു കീബോർഡ് പോലും വാങ്ങിക്കുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു അന്ന്. മണ്ണിട്ട സ്റ്റേജിൽ ഹാർമോണിയം വായിച്ച് ആന്റണി ഫെർണാണ്ടസ് ഭക്തജനത്തെ മുഴുവൻ ദൈവത്തെ സ്തുതിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുമായിരുന്നു. ജീവിതം മുഴുവൻ ദൈവത്തിന് സമർപ്പിച്ച് ദൈവഗാനങ്ങൾ മാത്രം ആലപിക്കുകയുള്ളൂ എന്ന പ്രതിജ്ഞാബദ്ധതയോടെ അദ്ദേഹം ശുശ്രൂഷ ചെയ്തിരുന്നു. സ്വർഗത്തിലെ ഹല്ലേലൂയ ആലാപനത്തിലേക്ക് ദൈവം അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നു. അനേകം ലക്ഷങ്ങളുടെ മനസ്സിൽ ആന്റണി ഫെർണാണ്ടസ് എന്ന ദൈവവചന ഗാന ശുശ്രൂഷകനും അദ്ദേഹത്തിൻ്റെ ഗാന ശുശ്രൂഷയും ധന്യമായ ഓർമ്മയായി എന്നും നിലനിൽക്കും. തന്റെ ഗാന ശുശ്രൂഷയിലൂടെ ക്രിസ്തുവിനെ അനേകരിലേക്ക് പകർന്ന ഒരു മഹത് വ്യക്തിയായിരുന്നു ബ്രദർ ആന്റണി ഫെർണാണ്ടസ് എന്നും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും ഡിവൈൻ ധ്യാനകേന്ദ്രത്തിനു വേണ്ടിയാണ് അദ്ദേഹം മാറ്റിവെച്ചതെന്നും ഗുഡ്നസ് TV പ്രോഗ്രാം ഡയറക്ടർ ഫാദർ മാത്യു തടത്തിൽ പറഞ്ഞു. ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ അപ്രതീക്ഷിതമായ ഒരു വേദനയാണ് ബഹുമാനപ്പെട്ട ആന്റണി ഫെർണാണ്ടസ് ബ്രദറിൻ്റെ നിര്യാണത്തിലൂടെ സംഭവിച്ചത്. പോട്ട ഡിവൈൻ വചന ശുശ്രൂഷയുടെ ആരംഭം മുതൽ ഈ ശുശ്രൂഷയിൽ ഗാനാലാപനത്തിലൂടെ വളരെയധികം ജനത്തിൻ്റെ ഹൃദയത്തിൽ യേശു അനുഭവത്തെ കൊടുത്ത ഒരു മഹത് വ്യക്തിയായിരുന്നു ബ്രദർ ആന്റണി ഫെർണാണ്ടസ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നല്ലൊരു ശതമാനവും ഈ പോട്ട ഡിവൈൻ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം മാറ്റിവെച്ചത്. ആരംഭ നാളുകളിൽ 10,000-കണക്കിന് ജനം ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വചനം കേൾക്കാൻ കടന്നു വരുമ്പോൾ അവരെല്ലാം ആത്മീയമായ ഉണർവിലേക്ക് നയിക്കുന്നതിന് ബഹുമാനപ്പെട്ട ആന്റണി ഫെർണാണ്ടസ് ബ്രദറിന് സാധിച്ചു എന്നുള്ളത് ഡിവൈൻ ധ്യാന കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അഭിമാനകരമായൊരു കാര്യമാണ്. അദ്ദേഹത്തെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൽ അതിലേറെ ദുഃഖവും വേദനയുമുണ്ട്. ബ്രദർ ആന്റണിയുടെ അവസാന ഗാന ശുശ്രൂഷകളിൽ ഒപ്പമുണ്ടായിരുന്ന ഡിവൈൻ ധ്യാനകേന്ദ്രം അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ പ്രിൻസ് പുത്തുമ്പരയ്ക്കൽ തന്റെ ഓർമ്മകൾ പങ്കുവച്ചു. ആന്റണിയെക്കുറിച്ചുള്ള എൻ്റെ അവസാനത്തെ ഓർമ്മ കഴിഞ്ഞ 5-ാം തീയതി ഡിവൈൻ ഓൺലൈൻ ഡിവൈൻ മേഴ്സി അഡോറേഷന് ഞാൻ നയിച്ച അഡോറേഷനിൽ അന്ന് പാട്ടുപാടാൻ ഉണ്ടായിരുന്നത് ആന്റണി ഫെർണാണ്ടസ് ആണ്. അപ്പോൾ അതിനു മുമ്പ് വന്നപ്പോൾ ഞാൻ ആന്റണിയോട് പറഞ്ഞിരുന്നു, നമുക്ക് ഈ ആരാധനയ്ക്ക് സകല വിശുദ്ധരുടെയും ലുത്തിനിയ പാടണം. അപ്പോൾ ഇംഗ്ലീഷ് ലിറ്റനി അത് ആന്റണിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹം അത് പഠിച്ചു വന്ന് 5-ാം തീയതിത്തെ ആരാധന സമാപിക്കുന്നത് സകല വിശുദ്ധരുടെയും ലുത്തിനിയ പാടിക്കൊണ്ടാണ്. കഴിഞ്ഞ 30 വർഷക്കാലം ഈ ഭൂമിയിൽ ദൈവജനത്തെ ഗാനശുശ്രൂഷയിലൂടെ ദൈവത്തിലേക്ക് നയിച്ച ആന്റണി ഫെർണാണ്ടസ് ഇപ്പോൾ ആ വിശുദ്ധരോടും മാലാഖമാരോടും ചേർന്ന് ഗാനമാലപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി സ്വർഗത്തിലേക്ക് പിതാവിൻ്റെ പക്കലേക്ക് യാത്രയായിരിക്കുകയാണ്. ധ്യാനകേന്ദ്രത്തിൽ മാത്രം പാട്ടുപാടുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തിരുന്ന വ്യക്തിയല്ലെന്നും രാപ്പകൽ വ്യത്യാസമില്ലാതെ അദ്ദേഹം ദൈവത്തെ പാടി സ്തുതിക്കുകയും ചെയ്തിരുന്നുവെന്നും സഹപ്രവർത്തകയായ മരിയ സംഗീത പറഞ്ഞു. When I first stepped in for a retreat at the Divine Retreat Center in 96, the first voice I heard was a voice of Brother Anthony Fernandes praising God. And we were in a hall that was packed several thousands. And the way he led worship, though I was a first-timer and I was not open to the charismatic, when he was leading worship, I was prompted to reach out to God. And I've seen that especially staying here in Divine, he's not just a person who praises and worships God on the stage, but any time of day or night when you pass by his house, you will hear him praising God. For him, praising and worshipping God was a way of life.
ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹം വചന ശുശ്രൂഷയും ഗാനശുശ്രൂഷയും നടത്തിയിട്ടുണ്ട്. നിരവധി ഭക്തിഗാന ആൽബങ്ങളിൽ അദ്ദേഹം പാടിയിട്ടുണ്ട്. ഡിവൈൻ ധ്യാനകേന്ദ്രത്തിന്റെ മലയാളം, ഇംഗ്ലീഷ് വിഭാഗങ്ങളിലും അദ്ദേഹം ഗാനശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. ദൈവമഹത്വത്തിനായി ബ്രദർ ആന്റണി ഫെർണാണ്ടസ് സംഗീത ശുശ്രൂഷ നിർവഹിച്ചിരുന്നത് ഈ ധ്യാനകേന്ദ്രത്തിലായിരുന്നു. മുരിങ്ങൂർ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ നിന്നും ക്യാമറമാൻ അരുൺ ജോസിനൊപ്പം അജീഷ് സാലു, ഷെക്കേന ന്യൂസ്.